ഹലോ, ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസും അതേപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് മൂന്നാമത്തെ ക്ലാസ് ആണെങ്കിലും ഇത്രയും ഞാനൊരു ക്ലാസ്സിൻ്റെ ഒരു റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലുള്ള നമുക്കുള്ള വ്യൂസും ഇപ്പോഴത്തെ വ്യൂസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താ, ഒരുപാട് പേര് ആദ്യമേ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വന്നു അല്ലേ. നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സംഭവം നമ്മൾ പഠിക്കാനായിട്ട് യൂട്യൂബിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യമേ കണ്ടുകൊണ്ടിരുന്ന ഫോഴ്സിൽ തന്നെ ഇടുന്ന വീഡിയോസ് അപ്പോഴപ്പോഴും തന്നെ ഫുള്ള് കണ്ടിട്ട് പോയാൽ എന്തായാലും കണ്ടന്റ് ഇല്ലാത്ത ഒരു വീഡിയോസും നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മിനിമം ഒരു 5-6 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചാണ് ഓരോരോ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം കണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസും കൺസെപ്റ്റും മനസ്സിലാക്കി വയ്ക്കുക. ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ കലണ്ടറിൽ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ SIയുടെ എക്സാം ഉടനെ ഡിസംബർ മാസത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിനി പഠിക്കാനായിട്ട് എത്ര സമയമുണ്ട്? ഒക്ടോബർ ആണ് ഈ മാസം. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒരു മാസമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മൾ മാക്സിമം കവർ ചെയ്ത് എക്സാമിനോട്ട് എത്തിപ്പെടാനായിട്ട് നോക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സ്ഥിരമായിട്ട് പഠിച്ചാലേ അത് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്യുക, മാക്സിമം പഠിക്കുക. ഇത്രയും നാൾ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. ക്ലാസ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എ മാൻ പർച്ചേസസ് എ ഹോം ആൻഡ് എ ഷോപ്പ്. ഹി സോൾഡ് ദ ഷോപ്പ് അറ്റ് 10% പ്രോഫിറ്റ് ആൻഡ് ഹോം at a 10% loss. The selling price of the both is same. Find the overall loss. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, സെല്ലിംഗ് പ്രൈസ്, രണ്ടുപേരുടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണെന്നാണ് പറയുന്നത്. SP സെയിം ആവുന്ന കേസിൽ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് SP സെയിം ആവുന്ന കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഓവറോൾ ലോസ് അല്ലെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ +or-x +or-y +or-xy/100. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തേത് പ്രോഫിറ്റ് ആണല്ലോ, അപ്പോൾ +10. രണ്ടാമത്തെ ലോസ് ആകുമ്പോൾ -10. ഇനി അടുത്തത് +or- എന്ന് പറയുന്നത് +10 × -10 എന്ന് പറഞ്ഞാൽ -10 × 10 / 100. ഈ കൺസെപ്റ്റൊക്കെ ഇതൊക്കെ എന്താ, സക്സസീവ് മെത്തേഡാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ടോട്ടലി ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ കിട്ടുക 0 - ഇതോടെ ക്യാൻസൽ ചെയ്ത് -1 നമ്മുടെ ഉത്തരം. -1 എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് 1%. അപ്പോൾ SP സെയിം ആവുന്ന കേസിലാണെങ്കിൽ നമുക്ക് ഓവറോൾ ഗെയിൻ അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് +or-x +or-y +or-xy/100. അപ്പോൾ SP സെയിം ആകുമ്പോൾ ഒരെണ്ണം +X% പ്രോഫിറ്റിലും അടുത്തത് Y% ലോസിലുമാണ് തന്നേക്കുന്നതെങ്കിൽ ഓവറോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഓവറോൾ കണ്ടുപിടിക്കാൻ X - y ആണ്. പ്ലസ് ഒരെണ്ണം പ്രോഫിറ്റ് അല്ലേ, അപ്പോൾ X - y -xy/100. പ്രോഫിറ്റ് വരുമ്പോൾ പ്ലസ് യൂസ് ചെയ്യുക, അതേപോലെ ലോസ് വരുമ്പോൾ മൈനസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമ്മുടെ ദിശ അക്കാഡമിയുടെ ഓഫറുണ്ട്, സ്പെഷ്യൽ നവരാത്രി ഓഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാം ഒരു ഓർഡർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓഫ്ലൈൻ പോലെ തന്നെയാണ് ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. കാരണം ഇത് വിർച്വൽ മീഡിയ ആണല്ലോ. വിർച്വൽ മീഡിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ ഒരുപാട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടാകത്തില്ല. നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നു, അത് ക്ലിയർ ചെയ്യുന്നു, അങ്ങനെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റും, നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി കണ്ടന്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ കോഴ്സ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് അഥവാ അന്നന്ന് പഠിക്കാൻ പറ്റുന്നില്ല, ലൈവ് ക്ലാസ്സസ് കാണാൻ പറ്റുന്നില്ലെങ്കിലും റെക്കോർഡഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. അത് ഓഫറുണ്ട്, ആ സ്പെഷ്യൽ ഓഫർ നിങ്ങൾ 14 ഒക്ടോബർ വരെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തത്, എ ഡീലർ സോൾഡ് 2 TV സെറ്റ് ഫോർ 2400 ഈച്ച്. അപ്പോൾ 2400 റുപ്പീസിനാണ് എന്ന് പറഞ്ഞാൽ ഓരോ TV സെറ്റും 2400-നാണ് വിറ്റത്.
അതിൽ ഒരെണ്ണത്തിന് 20% പ്രോഫിറ്റിനും കിട്ടി, അടുത്തതിന് 20% ലോസിനുമാണ്. അപ്പോൾ ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഈ ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ ദ ഫസ്റ്റ് ആൻഡ് ദ 20% ലോസ് ഓൺ ദ സെക്കൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് സെല് ചെയ്തത് 2400 ഈച്ചിനാണ്. അപ്പോൾ SP എന്താ? SP സെയിം ആണ്. SP സെയിം ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താ? ഈ ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ ദ ഫസ്റ്റ് ആൻഡ് 20% ഉണ്ടല്ലോ, 20% ലോസ് അടുത്തേന്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് സക്സസീവ് മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്രോഫിറ്റ് 20%, അടുത്തതിൻ്റെ -20, ഇനി -20 × 20 ഡിവൈഡ് ബൈ 100. നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? 0 - 4% ലോസ് ആണ് നമുക്കവിടെ ഉണ്ടാവുക. ആൻസർ എന്താ? 4 എന്നാണ് ആൻസർ കിട്ടുക. 4% ലോസ് ആണ് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ if 15 oranges are bought for ₹1, how many must be sold for ₹1 to gain 25%? ഇവിടെ ₹1 വെച്ചിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ 15 ഓറഞ്ചസ് വാങ്ങിയിട്ട് അതിന് ഈ ₹1 എത്ര ഓറഞ്ചസിനെ വിറ്റാലാണ് 25% ഗെയിൻ ഉണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 100 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാൾ 100 രൂപയ്ക്കാണ് 100 യൂണിറ്റിനാണ് വാങ്ങിയെന്ന് വെച്ചോ. അപ്പോൾ 25% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ 125 അത് വിൽക്കണം. അപ്പോൾ CP യും SP എഴുതുവാണ്. അപ്പോൾ ഇവരുടെ റേഷ്യോ ഒന്ന് എടുക്കുമ്പോൾ നമുക്ക് എത്ര വരിക? 4:5 എന്ന് വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ₹1 വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, എണ്ണത്തിനാണ് വ്യത്യാസം വരുത്തുക. അപ്പോൾ സെയിം പ്രൈസ് ആണ്. ₹1 15 എണ്ണം വാങ്ങി, ഇനി ₹1 എത്ര എണ്ണം വിറ്റാലാണ് 25% ലാഭം കിട്ടുക എന്നാണ്. അപ്പോൾ ഇവിടെ സെയിം പ്രൈസ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് സെയിം ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെ ആ ഒരു റേഷ്യോ, ഈ പ്രൈസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെ റേഷ്യോ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രൈസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും 4:5 ആണെങ്കിൽ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എത്ര വരിക? ഇവിടെ 15 ഓറഞ്ചസ് ആർ ബോട്ട് ഫോർ ₹1 എന്ന് പറഞ്ഞാൽ ഇവിടെ 5:4 ആണ് എണ്ണത്തിൻ്റെ റേഷ്യോ. ഇതെന്ന് പറഞ്ഞാൽ പൈസയുടെ റേഷ്യോ 4:5 ആണെങ്കിൽ എണ്ണത്തിൻ്റെ റേഷ്യോ 5:4. ഇവിടെ വാങ്ങിയത് 15 എണ്ണം എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് ആണ് 15 ഓറഞ്ചസ് എന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 3 ഓറഞ്ചസ്. ഓക്കെ, 3 ഓറഞ്ചസ്. ഇനി അടുത്തത് ഹൗ മെനി ഓറഞ്ചസ് മസ്റ്റ് ബി സോൾഡ് ഫോർ ₹1 ടു ഗെയിൻ 25%. അപ്പോൾ 4 യൂണിറ്റിൻ്റെ ഈ 25% പ്രോഫിറ്റ് പോയത് 4 യൂണിറ്റ് അല്ലേ? അതിൻ്റെ വില അതിന് എത്ര എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്? 1 യൂണിറ്റിൻ്റെ വില 3 ഓറഞ്ചസ് ആണ്. 30 എന്ന് എഴുതരുത്, 3 ഓറഞ്ചസ് ആണ്. അങ്ങനെയാണെങ്കിൽ 4 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 4 × 3 എന്ന് പറഞ്ഞാൽ 12 ഓറഞ്ചസ് ആണ് അവിടുത്തെ വില എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. ഓപ്ഷൻ എ 12 ഓറഞ്ചസ് ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണ്? ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്പറും പ്രൈസും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? പ്രൈസും നമ്പറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൈസും നമ്പറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസും നമ്പറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസിൻ്റെ റേഷ്യോ 4:5 ആണെങ്കിൽ നമ്പറിൻ്റെ റേഷ്യോ എന്താ? 5:4 ആണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5ൻ്റെ വാല്യൂ എത്ര? ഹൗ മെനി മസ്റ്റ് ബി? അപ്പോൾ 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 15 ഓറഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ വാങ്ങിയത് 15 ഓറഞ്ചസ് അല്ലേ? അപ്പോൾ 5 യൂണിറ്റിൻ്റെ വാല്യൂ 15 ഓറഞ്ചസ്. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ 15 ഡിവൈഡ് ബൈ 5 3 ഓറഞ്ചസ്. നമുക്ക് വേണ്ടത് എത്ര? 4 യൂണിറ്റിൻ്റെ വാല്യൂ അല്ലേ? 4 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 × 3 12 ഓറഞ്ചസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A man bought a horse and a carriage for 3,000. He sold the horse at a gain of 20%
and carriage at a loss of 10%, thereby gaining 2% on the whole. Find the cost price of the horse. അപ്പോൾ മൊത്തത്തിൽ 3000 റുപ്പീസിനാണ് ഹോഴ്സും കാരേജും കൂടെ വാങ്ങിയത്. ഈ സോൾഡ് ദ ഹോഴ്സ് അറ്റ് എ ഗെയിൻ ഓഫ് 20% ആൻഡ് ദ കാരേജ് അറ്റ് എ ഗെയിൻ ഓഫ് 10%. സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഓവറോൾ ഗെയിൻ തന്നിട്ടുണ്ട്, രണ്ടുപേരുടെയും ഗെയിനും ലോസും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യന് പിന്നെ പറയുന്നുണ്ട് 3000 രൂപയ്ക്കാണ് രണ്ടും കൂടെ വാങ്ങിയത്. അപ്പോൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? സി പി സെയിം, ഇവിടെ എസ് പി സെയിം ആവുന്ന കണ്ടീഷൻ അല്ല, ഇവിടെ സി പി മൊത്തത്തിൽ 3000 രൂപയായി ഹോഴ്സിനും കാരേജിനും എന്നാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഹോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു സൈഡ് ഹോഴ്സിൻ്റെ സൈഡ് എടുക്കുക, ഒരു സൈഡ് കാരേജിൻ്റെ സൈഡ് എടുക്കുക. ഹോഴ്സിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് 20% അല്ലേ, അപ്പോൾ ഇവിടെ 20%, കാരേജ് ആണെങ്കിൽ ലോസ് ഓഫ് 10% -10. ഓവറോൾ 2 വരിക. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 18, ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 12. ഓക്കെ, നമുക്ക് കിട്ടുക ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 2:3 എന്നല്ലേ? 2:3 ആണ് നമ്മുടെ റേഷ്യോ. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഹോഴ്സ് ആണ്. ഇവിടെ ഈ 2 എന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ കോസ്റ്റ് പ്രൈസും ഇവിടെ ഈ 3 എന്ന് പറയുന്നത് കാരേജിൻ്റെ കോസ്റ്റ് പ്രൈസും. ഇനി ക്വസ്റ്റ്യന് തന്നിട്ടുള്ള 3000, 2 + 3 5 യൂണിറ്റ് അല്ലേ 3000 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 3000 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് എത്ര? 600. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 600 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഹോഴ്സ് ആണ് 600 × 2. 2 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. 2 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 × 600 എന്ന് പറഞ്ഞാൽ 1200. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഓക്കെ, നമുക്കിനി ഇപ്പോൾ ഇത്രയും കൺസെപ്റ്റ് മനസ്സിലായില്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന്? ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ടും പോകാം. ഇപ്പം ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാ പലിശ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1000 രൂപ ഞാനൊരു ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്. അതിൻ്റെ പലിശ 10% പെർ ആനത്തിനാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു വർഷം 10% പലിശയ്ക്കാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത്, ആദ്യത്തെ വർഷത്തിലെ പലിശ എന്ന് പറയുന്നത് എത്ര രൂപയാണെന്നാണ് ചോദ്യം. ഇൻട്രസ്റ്റ് ആഫ്റ്റർ 2 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ 1000ൻ്റെ 10% എന്ന് പറയുന്നത് ഇനിഷ്യലി എത്ര രൂപയാണ്? 100 രൂപയാണ് 1000ൻ്റെ 10%. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എനിക്ക് 100 രൂപ, ഫസ്റ്റ് വർഷം എനിക്ക് 100 രൂപ കിട്ടി. ഇനി രണ്ടാമത്തെ വർഷം എന്ത് തന്നെയാണ്? ഈ 1000ത്തിനാണ് 10% എനിക്ക് കിട്ടുക. ഇവിടെ പ്രിൻസിപ്പിൾ മാറത്തില്ല. എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനാണ് 10% പലിശ ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ 1000 രൂപയല്ലേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ വർഷം 1000ത്തിന് എനിക്ക് 10% പലിശ കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 100 രൂപ. മൊത്തത്തിൽ 2 വർഷം കൂടെ എനിക്ക് 200 രൂപയാണ് പലിശയായിട്ട് മാത്രം കിട്ടുക. എൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. ഞാൻ കൊടുത്തത് 1000 രൂപയായിരുന്നു, പലിശ സഹിതം എനിക്ക് 1200 ആണ് തിരിച്ചു കിട്ടുക. അപ്പോൾ 1000 + 200 എന്ന് പറഞ്ഞാൽ 1200 ആണ് എനിക്ക് തിരിച്ചു കിട്ടുന്ന വില എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് ഇതെന്ന് പറയുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PRT/100. പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കാണാതെ പഠിച്ചിട്ടുണ്ട്. PRT/100. ഇതിലെ പ്രിൻസിപ്പിൾ എത്ര? 1000. റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. ടൈം എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡ് ബൈ 100. ഇതിലൂടെ ക്യാൻസൽ ചെയ്ത് പോകും, നമുക്ക് കിട്ടുന്നത് 200. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്തുള്ള കൺസെപ്റ്റ് ഇത്രയാണ്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 1000 രൂപ ഞാൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് എടുത്തു 2 വർഷത്തേക്ക് അറ്റ് 10% പെർ ആനം. അപ്പോൾ 10% പെർ ആനത്തിനാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് വരിക? 10% പെർ ആനം. ആൻസർ എങ്ങനെയാണ് വരിക? ആദ്യത്തെ വർഷം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം ആയിരിക്കും. ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1000ൻ്റെ 10% കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ 100 രൂപയാണ് ഫസ്റ്റ് ഇയറിൻ്റെ
എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഫസ്റ്റ് വർഷം എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അടുത്ത സെക്കൻഡ് ഇയർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, നേരത്തെ 1000 രൂപയുടെ 10% കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. 1000ന്റെ കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ ഈ 1000ന്റെ കൂടെ 100ഉം കൂടെ ചേർന്ന് 1100 രൂപയുടെ പലിശയാണ് കിട്ടുക. 1100 രൂപ എന്ന് പറഞ്ഞാൽ ആദ്യം 1000 രൂപയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ഇയറിൻ്റെ പലിശ 100 രൂപയും കൂടെ ചേർന്ന് 1100 രൂപയുടെ 10% നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ 1100 രൂപ. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? അപ്പോൾ ടോട്ടലി നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 1100 രൂപ അല്ലെ, ഇതിൻ്റെ 10% ആകുമ്പോൾ 110 രൂപ. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇവിടെ കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ 100ഉം 110ഉം കൂടെ ആകുമ്പോൾ 210 രൂപയാണ് പലിശയായിട്ട് വരുന്നത്. നേരത്തെ 200 രൂപയാണ് മൊത്തത്തിൽ പലിശ വന്നത്. ഇവിടെ ഒരു 10 രൂപയും കൂടെ അധികം നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000ന്റെ കൂടെ ഒരു 210 കൂടെ കൂട്ടുക, 1210 ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയോ? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കൊടുക്കുന്ന പലിശ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ വർഷവും 1000 രൂപയ്ക്കാണ് 10% പലിശ വീതം കയറിക്കൊണ്ടിരിക്കുക. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെങ്കിൽ ഫസ്റ്റ് ഇയർ കൊടുത്ത പൈസയ്ക്ക് രണ്ടാമത്തെ വർഷം കൊടുത്ത പൈസയ്ക്കും പിന്നെ ആദ്യം വർഷം കിട്ടിയ പലിശയും കൂടെ ചേർത്താണ് വരിക. ഓക്കെ, ഇനി ഒരു മൂന്നാമത്തെ വർഷം കൂടെ ഉണ്ടായിരുന്നെങ്കിലോ, തേർഡ് ഇയറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താ, ഈ രണ്ടാം വർഷത്തിൻ്റെ പ്രിൻസിപ്പിൾ 1100 അല്ലായിരുന്നു? 1100ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തേനെ? ഇവിടുത്തെ 110 കൂടെ കിട്ടിയില്ല, ആ 110 കൂടെ ചേർത്ത് എത്രയായനെ? ഒരു 1210. അപ്പോൾ 1210ന്റെ 10% എടുക്കേണ്ടി വന്നേനെ. 1210ന്റെ 10% എന്ന് പറഞ്ഞാൽ 121. ഓക്കെ, ഇതായിരിക്കും അടുത്ത വർഷത്തെ പലിശ എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഏകദേശം ഒരു ഐഡിയ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം ഏകദേശം കൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി തന്നെ വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പഠിക്കാം. ആദ്യമേ കുറച്ച് ഹാഫ് ഇയർലി, ക്വാർട്ടർലി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. നിങ്ങൾക്ക് ഒരു അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ബേസിക് ഐഡിയ ഒന്ന് മനസ്സിലാവുമല്ലോ. ഇപ്പം ഞാൻ 2000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു 3 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ എൻ്റെ പലിശ എന്ന് പറയുന്നത് 10% പെർ ആനത്തിനാണ് പലിശ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നമുക്ക് PRT/100 വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. PRT/100 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എത്ര? 2000. ഇനി റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? റേറ്റ് എന്ന് പറയുന്നത് 10%. ടൈം എന്ന് പറഞ്ഞാൽ 3 ആണ്. 100 ക്യാൻസൽ ചെയ്തു. നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 200 × 3 എന്ന് പറഞ്ഞാൽ 600. ഇതാണ് ഇൻട്രസ്റ്റ്. ഇനി അടുത്തത് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് സെയിം എമൗണ്ട് ആണ്. 2000 രൂപയാണ് പ്രിൻസിപ്പൾ. 3 ഇയേഴ്സിലത്തേക്കാണ് 10% നമ്മുടെ പലിശ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ 2000ന്റെ 10% കണ്ടുപിടിക്കാം. 2000ന്റെ 10% എത്ര? 2000ന്റെ 10% 200. അപ്പം അതൊക്കെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റണം, കാരണം നമ്മൾ പെർസെൻറ്റേജ് ചാപ്റ്റർ പഠിച്ചതാണ്. 2000ന്റെ 10% എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക 200 ആണ്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ഇയർ ആണെങ്കിൽ 2200ന്റെ 10% കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 220 ആണ് രണ്ടാമത്തെ വർഷത്തെ. ഇനി തേർഡ് ഇയർ ആകുമ്പോൾ 2200ന്റെ കൂടെ ഒരു 220 കൂടെ ആഡ് ചെയ്യുക. 2420ന്റെ 10% കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ 242 കിട്ടും. മൊത്തത്തിലുള്ള പലിശ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200ഉം 220ഉം 242. അപ്പോൾ നമുക്ക് കിട്ടുക 662 റുപ്പീസാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യണമെന്നില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് തന്നെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ചെയിൻ റൂൾ ഉണ്ട്, അതേപോലെ തന്നെ റേഷ്യോ മെത്തേഡ് ഉണ്ട്, അതേപോലെ നോർമൽ മെത്തേഡ് ഉണ്ട്. ഇത്രയും കൺസെപ്റ്റ് ഉണ്ട്. ആദ്യമേ ബേസിക് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റൂൾസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ?
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.